അഷ്ടമ ഭാവത്തിന് നന്നായിട്ട് ബലമുള്ളവർക്കാണ് ശരിക്കും പറഞ്ഞാൽ മാന്ത്രിക ക്രിയകളൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നത്. സൽമന്ത്രവാദം, മന്ത്രവാദം 2 തരത്തിലാണ്, ദുർമന്ത്രവാദവും സൽമന്ത്രവാദവും. നല്ല ദേവതകളെ, അതായത് എനർജി എന്ന് പറഞ്ഞാൽ സെൽ എനർജിയെ പോസിറ്റീവായിട്ടുള്ള ക്രിയകൾ ചെയ്ത് മറ്റുള്ളവരെ രക്ഷിക്കുന്ന രീതിയിലുള്ള പൂജകൾ ചെയ്യാനും അതിൻ്റെ രഹസ്യവിദ്യകളൊക്കെ അറിയാൻ അഷ്ടമഭാവത്തിൻ്റെ ബലം നന്നായി വേണം എന്നുള്ളതാണ്. രാഹുവും സഹായിക്കണം അതിന്. നിഗൂഢതകളെ തിരിച്ചറിയാനും അത് പുറത്ത് കൊണ്ടുവന്ന് കാലദേശങ്ങൾക്കനുസരിച്ച് ഉപയോഗിക്കാൻ കഴിയാനുമൊക്കെ രാഹു സഹായിക്കണം. അതുപോലെ തന്നെ അഷ്ടമത്തിൽ രാഹു അല്ലെങ്കിൽ അഷ്ടമാധിപനുമായിട്ട് രാഹുവിൻ്റെ ബന്ധം വരുമ്പോഴാണ് വളരെ മോശമായി പോകുന്നത്. ഇപ്പം പ്രണയം, വിവാഹം, പാർട്ട്ണർഷിപ്പ് എന്നൊക്കെ പറയുന്നത് ഒരു മോശമായ കാര്യമൊന്നുമില്ല. പക്ഷെ അത് നമ്മുടെ നാശത്തിന് കാരണമാവുകയാണെങ്കിൽ അത് മോശമാണ്. അപ്പം നമ്മുടെ ശരിക്കുള്ള ലൈഫ് സ്റ്റൈലിൽ നിന്നും നമുക്ക് കിട്ടേണ്ട ഭാഗ്യങ്ങളിൽ നിന്നും നമ്മളെ മുറിക്കുന്ന, ബ്രേക്ക് ചെയ്യിക്കുന്ന ഫാൻറ്റസികളിലേക്കും നിഗൂഢതകളിലേക്കുമൊക്കെ അഷ്ടമം കൊണ്ടുപോകും എന്നുള്ളതാണ്